ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ബൽറാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ച് തന്നെയാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിനിടയിലും ഏതെങ്കിലും തരത്തിലൊരു യുദ്ധം ഒഴിവാക്കാൻ പ്രദേശത്ത് പശ്ചിമേഷ്യയിൽ മുഴുവൻ ഈ സംഘർഷ സാധ്യതയുള്ളപ്പോൾ യുദ്ധം ഒഴിവാക്കാനുള്ള ഓരോ സ്റ്റെപ്പും ഓരോ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അതൊരു മധ്യസ്ഥ ചർച്ചകളിലൂടെ എല്ലാം ഒഴിവാക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ അതാണ് ഇതുവരെ നിലനിന്നിരുന്നത്. ഇന്നിപ്പോൾ ഇറാനിൽ ആക്രമണം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു. ഒപ്പം തന്നെ 4 ദിവസമെങ്കിലും ഇത് നീണ്ടു നിൽക്കും ഈ ആക്രമണം എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്, സൂചനകളും വരുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ സർക്കാരിന്റെ ഇന്ത്യ ഏത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതൊക്കെ തന്നെ വലിയ ഒരു നിർണായകമായിട്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും. ആ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഒപ്പം കൂടുതൽ വിവരങ്ങൾ എന്താണ് ബൽറാം ലഭിക്കുന്നത്? സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഈ പശ്ചിമേഷ്യൻ മേഖലയിലെ സംഘർഷം അത് ലോക രാജ്യങ്ങളെ മുഴുവൻ ബാധിക്കുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഇന്ത്യക്കാർ ഒട്ടനവധി പേർ ഈ രാജ്യങ്ങളിൽ ഈ മേഖലയിൽ പ്രവാസികളായി കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ധനത്തിന്റെ വിലക്കയറ്റം അടക്കമുള്ള പ്രത്യാഘാതങ്ങൾ ഇത് വഴിവെക്കും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ സമാധാനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ലോകം. എന്നാൽ അപ്രതീക്ഷിതമായാണ് ഈ ഒരു ആണവ നിർവ്യാപനവുമായി ബന്ധപ്പെട്ട സംഘർഷം അത് ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ ആയുധങ്ങൾ പരസ്പരം പ്രയോഗിക്കുന്നതിലേക്ക് നീങ്ങുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രതികരണം അത് ഈ പ്രദേശത്തുള്ള ഇറാനിലുള്ള ഇന്ത്യക്കാർക്ക് നൽകിയിരിക്കുന്ന ജാഗ്രതാ നിർദ്ദേശമാണ്. വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ ജാഗ്രതാ നിർദ്ദേശത്തിൽ മേഖലയിലുള്ള ഇന്ത്യക്കാർ അടിയന്തര സ്വഭാവമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്നും പ്രാദേശിക ഭരണകൂടത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കണമെന്നും ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം എന്നുമാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അപ്രതീക്ഷിതമായ ഈ ആക്രമണം, ആദ്യ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഒമാൻ കടലിടുക്കിൽ നേരത്തെ തന്നെ നിലയുറപ്പിച്ചിരുന്ന US പടക്കപ്പലിൽ നിന്നാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2 ഘട്ട ആക്രമണങ്ങൾ ഇതിനകം തന്നെ ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുന്നു എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ആക്രമണങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇറാന്റെ ഭരണ നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. ഇറാന്റെ പ്രസിഡൻഷ്യൽ ഓഫീസുകൾക്ക് സമീപം ആക്രമണമുണ്ടായതായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വാസസ്ഥലത്തിന് സമീപവും സ്ഫോടനമുണ്ടായതായി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഖമേനിയെ സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റിയതായാണ് ഇറാനിൽ നിന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സൈനിക കേന്ദ്രങ്ങൾ, ഒപ്പം തന്നെ മറ്റ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംയുക്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാനിയൻ സൈന്യത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് അമീർ ഖത്താമി കൊല്ലപ്പെട്ടതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഇറാന്റെ ജുഡീഷ്യറി മേധാവിയായ ഖോലം ഹൊസൈൻ മൊഹസൈനി ഏജ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇറാൻ മാധ്യമങ്ങളുടേതായി ചില റിപ്പോർട്ടുകളും സമൂഹ മാധ്യമങ്ങളിൽ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ മെഹർ ന്യൂസ് ഏജൻസിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു, അതിന്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ലഭ്യമായ ഇറാൻ അധികൃതരുടെ പ്രതികരണം എന്നുള്ളത് നിങ്ങളുടെ വഴി തെരഞ്ഞെടുത്തിരിക്കുന്നു, ഇനി എന്നാൽ ഇത് അവസാനിപ്പിക്കുക ഞങ്ങളായിരിക്കും എന്നുള്ള ഒരു പ്രതികരണമാണ്. കൂടാതെ അല്പസമയം മുമ്പ് ഇറാൻ മാധ്യമങ്ങൾ വഴി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നുള്ളത് ഇറാൻ ഭരണ നേതൃത്വം ദൈവത്തിന്റെ പേരിൽ ഈ യുദ്ധത്തിന് വിധേയരാകുന്നവർക്ക് അവർ ആക്രമിക്കപ്പെട്ടതിനാൽ തന്നെ തിരിച്ചടിക്കാൻ അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്നും അവർക്ക് ദൈവം വിജയം ഉറപ്പാക്കും എന്നുമുള്ള ഒരു പ്രതികരണമാണ് ഇറാൻ ഭരണ നേതൃത്വത്തിൻ്റെതായി ഇറാൻ മാധ്യമങ്ങൾ ഏറ്റവും ഒടുവിൽ പങ്കുവെക്കുന്ന സന്ദേശം എന്നുള്ളത്. ഇറാൻ തിരിച്ചടിക്കും എന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു വാക്കുകളിലൂടെ. ഒപ്പം തന്നെ ടെഹ്റാന്റെ ആകാശത്ത് MiG-39 യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അത് പ്രതിരോധത്തിനായി ഇറാൻ വിന്യസിച്ച വിമാനങ്ങൾ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളത് ഇറാന്റെ നിലപാടെന്ത് എന്നുള്ളത് പുറം ലോകത്ത് അറിയാൻ നിലവിലിപ്പോൾ വഴിയില്ല. ഔദ്യോഗിക വാർത്താ ഏജൻസിയുടെ പ്രവർത്തനം നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഇന്റർനെറ്റ് സേവനവും തടസ്സപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നില്ല. ഇസ്രായേലി മാധ്യമങ്ങളും US-ഉം പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ, ഒപ്പം തന്നെ പശ്ചിമേഷ്യൻ മേഖലയിലെ മറ്റിടങ്ങളിൽ നിന്നും പുറത്തു വരുന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. എന്തായാലും സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മണിക്കൂറുകൾക്കിടെ 2 ആക്രമണങ്ങൾ ടെഹ്റാനിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതും സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്.
ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇപ്പോൾ നിലവിൽ ഇറാന്റെ വെബ്സൈറ്റുകളെല്ലാം തന്നെ അത് നിശ്ചലമായിരിക്കുന്നു. ഒപ്പം തന്നെ പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളും ഉണ്ടാകുന്നുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇറാന്റെ ന്യൂസ് ഏജൻസി അതിനെതിരെയും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുന്നു. ടെലിഗ്രാം ഒഴികെ മറ്റൊന്നും തന്നെ ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളും വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സുഹൈൽ മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുഹൈൽ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ടെഹ്റാൻ ആക്രമണങ്ങൾ നടത്തുന്നു, ലെബനനിലും ആക്രമണം നടക്കുന്നുണ്ട്. ഹിസ്ബുൾ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണം, അത് ഏത് രീതിയിലാണ് ഈ ആക്രമണങ്ങളെ എടുക്കുക, അത് വലിയൊരു ഭീതിയായി അത് അവിടെ നിൽക്കുന്നു. ഒപ്പം തന്നെ ഇറാന്റെ ആണവ ഏജൻസി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ, മിലിറ്ററി ഏജൻസി, പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ടാർഗറ്റ് ചെയ്തിട്ടാണ്, ലക്ഷ്യമിട്ടിട്ടാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് എന്നുള്ള വിവരങ്ങളും നമുക്കിപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു സംയുക്ത രീതിയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്നുള്ള ആക്രമണമാണ് എന്നുള്ള വിവരങ്ങളും വരുമ്പോൾ തീർച്ചയായിട്ടും ഇറാൻ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുക? ഇപ്പോൾ നിലവിൽ ഇറാന്റെ പ്രസിഡന്റ് പെസഷ്കിയാനും ഒപ്പം തന്നെ ഖമനേയും രണ്ടുപേരും സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നതെങ്കിലും ഒരു കമാൻഡർ കൊല്ലപ്പെട്ടതോടെ തീർച്ചയായിട്ടും ഇറാൻ ഇനി അടങ്ങിയിരിക്കും എന്ന് കരുതാൻ കഴിയില്ല. കഴിഞ്ഞ 3 പ്രാവശ്യമായിട്ടുള്ള ഈ ചർച്ചകളിലും നമ്മൾ മനസ്സിലാക്കിയത് ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം ഒഴികെ അതിൽ തന്നെ അതിന്റെ ചില കണ്ടീഷൻസ്, ഡിമാൻഡുകൾ അതൊഴികെ മറ്റൊന്നും തന്നെ ഞങ്ങൾ അംഗീകരിക്കില്ല. ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അത് രാജ്യത്തിന്റെ പരമാധികാരമാണ്, അത് ഞങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് വളരെ വ്യക്തമായി തന്നെ ഇറാൻ പലവട്ടം ആവർത്തിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ആക്രമണത്തെ ഇറാൻ എങ്ങനെ പ്രതിരോധിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ സുഹൈൽ? സ്മിത, പ്രധാനമായും പറയേണ്ടത് ഈ പറയുന്നത് പോലെ ഇതൊരു തുറന്ന യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ പറഞ്ഞ ഏതെങ്കിലും ടാർഗറ്റ് ചെയ്യപ്പെടുന്ന ഈ പറയുന്ന നേതാക്കളെയാണ് ഇസ്രായേലോ അമേരിക്കയോ ലക്ഷ്യമിട്ടതെങ്കിൽ അത്ര പ്രിസൈസായി കൃത്യമായി ഈ പറയുന്ന നേതാക്കളെ കൊലപ്പെടുത്തിയ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇറാനിൽ ഈ കഴിഞ്ഞ 2025 ജൂണിൽ നടന്ന ഓപ്പറേഷനിൽ ഇറാൻ സൈനിക മേധാവി മേജർ ജനറൽ മുഹമ്മദ് ബാഗ്രി അടക്കമുള്ള പ്രമുഖരെയൊക്കെ വളരെ പ്രിസൈസായ ഓപ്പറേഷനിലൂടെയാണ് ഇറാൻ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് നേതാക്കളെയോ അല്ലെങ്കിൽ പറഞ്ഞതുപോലെ പ്രത്യേക വകുപ്പ് മേധാവികളെയോ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണമല്ല. അതിനപ്പുറത്തേക്ക് ഒരു തുറന്ന യുദ്ധ പ്രഖ്യാപനമാണ്. ഇറാന് ഇനി അവസരങ്ങളില്ല. ഈ പറയുന്ന പോലെ തന്നെ 3 വട്ട ഡീലുകൾ ഇറാനുമായി സംസാരിച്ചു കഴിഞ്ഞു അമേരിക്ക ആണവ നിരായുധീകരണവുമായി ബന്ധപ്പെട്ട്. 4ാമത്തെ ഈ പറയുന്ന സംസാരം നെഗോഷിയേഷന് വേണ്ടി ഒരുങ്ങുന്നതിനിടെ ഒരു സമ്മർദ്ദതന്ത്രം എന്നോണം ഇസ്രായേലിനെ കൊണ്ട് ആദ്യം ഇറാൻ ആക്രമിപ്പിച്ചതാണെന്നൊരു അനുമാനം ലോകത്തെമ്പാടും തുടക്കത്തിൽ വന്നു. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇനി നെഗോഷിയേഷൻ ഇല്ല, ഇനി സംസാരമില്ല, ഇനി തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പ്രഖ്യാപിക്കുമ്പോൾ അല്പം നിരാശയോടെയാണ് നമ്മളൊരു കാര്യം പറയേണ്ടി വരും. ഒരു തുറന്ന യുദ്ധത്തിലേക്ക് രാജ്യം നീങ്ങുന്നു. അതൊരു പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മേഖല മാത്രം കേന്ദ്രീകൃതമായ യുദ്ധമായിരിക്കില്ല, ഒരു ആഗോളമായ ഒരു വലിയ ടെൻഷനിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന കാര്യത്തിൽ സംശയമില്ല. അതിനപ്പുറത്തേക്ക് ഈ അടുത്തൊന്നും സമാനതകളില്ലാത്ത രീതിയിൽ ഇറാൻ ഒരുപാട് ഡീലുകൾക്ക് തയ്യാറായിരുന്നു. അമേരിക്കയുമായി ഒരുപാട് വഴങ്ങളുണ്ടായി. ഏറ്റവും അടുക്കം ഇർഫാൻ സുൽത്താനി എന്ന ഈ പറയുന്ന ഈ ഇറാനിൽ പ്രക്ഷോഭകാരികൾക്ക് നേതൃത്വം ഇർഫാൻ സുൽത്താനിയെ ഈ പറയുന്ന ഇറാൻ തൂക്കുകയറുന്നത്, അതായത് വധശിക്ഷയ്ക്ക് വിധിച്ചു. പക്ഷെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് മേൽ ആ വധശിക്ഷയിൽ നിന്ന് ഇറാൻ പിന്മാറി. അതായത് എപ്പോഴും അഡമന്റായി ഏറ്റവും സ്ട്രോങ് ആയ ഡിസിഷൻ എടുത്തുകൊണ്ടിരുന്ന തീരുമാനമെടുത്ത ഇറാൻ പലപ്പോഴും നമ്മൾ കഴിഞ്ഞ മാസങ്ങളും കഴിഞ്ഞ വർഷങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ കാണേണ്ടത് അമേരിക്കയ്ക്ക് ചെറിയ രീതിയിൽ അമേരിക്കയ്ക്ക് മുമ്പിൽ വഴങ്ങിക്കൊടുത്തിരുന്നു, വിധേയപ്പെട്ടിരിക്കുന്നതാണ്. അത്രത്തോളം വഴങ്ങിയും വിധേയപ്പെട്ടും ഇറാൻ മുന്നോട്ട് പോകുമ്പോഴും ഈ പറയുന്ന ന്യൂക്ലിയർ ഡീലിലടക്കം തുടക്കത്തിലെടുത്ത അതിശക്തമായ സ്റ്റാൻഡുകളിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോകുമ്പോഴും പൂർണ്ണമായ നിരായുധീകരണം വേണമെന്നാണ് അമേരിക്കയുടെ വാശിയിൽ അമേരിക്കയുടെ നിർബന്ധം. അതായത് ഇറാൻ എന്ന രാജ്യത്തിന് ആണവശക്തി വേണ്ട, ആണവായുധങ്ങൾ വേണ്ട. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ആണവശക്തികൾ അതുപോലെ നിലനിർത്തണം. കൂടുതൽ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഇറാൻ തുനിയില്ല എന്ന് ഉറപ്പടക്കം നൽകി. അതായത് തുടക്കത്തിൽ നിന്നും ഈ ചർച്ചകൾ, അതായത് ഇറാന് മേലുള്ള അമേരിക്കൻ സാങ്ഷൻ വരുന്ന ഘട്ടത്തിൽ പോലും ഇറാൻ ഇത്രത്തോളം വഴങ്ങി കൊടുത്തിട്ടില്ല, വിധേയപ്പെട്ടു കൊടുത്തില്ല. പക്ഷേ ഈ സമീപകാലത്ത് ഇറാൻ ഒരുപാട് ഈ പറയുന്ന പോലെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെ ഒക്കെ സമ്മർദ്ദത്തിന് മേൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിരുന്നു. പക്ഷേ ഈ വിട്ടുവീഴ്ചകളൊന്നും കണക്കിലെടുക്കാതെ ഒരു തുറന്ന യുദ്ധത്തിലേക്കാണ് അമേരിക്ക നീങ്ങുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന്റെ തുടക്കം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇസ്രായേലിൽ നടക്കം വരുന്ന ഒരു ചില വാർത്തകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം എടുക്കുമ്പോൾ ഇനി അങ്ങോട്ടുള്ള 4ാം നാൾ ടെഹ്റാൻ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ നിസ്സാരം ഒരു സൈനിക ആക്രമണം എന്നതിലപ്പുറത്തേക്ക് അവർ ഉദ്ദേശിക്കുന്ന ഭരണമാറ്റമാണ്. കാരണം ഭരണമാറ്റത്തെ തീപ്പൊരികൾ ഓൾറെഡി അവിടെ ഇറാനിലുണ്ട്. നമുക്കറിയുന്ന പോലെ തന്നെ കഴിഞ്ഞ മാസങ്ങളിലും കുറച്ചധികം മാസങ്ങളായി നമ്മൾ ഈ ആയത്തുള്ള കമ്പനിയുടെ ഭരണാധികാരിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ അവിടെ ഇപ്പോൾ തുടരുന്നുണ്ട്. ആഭ്യന്തര പ്രശ്നങ്ങൾ അങ്ങനെ കലുഷിതമായി നടക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.